എറണാകുളം കോതമംഗലത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ള നേതാവിനെതിരെ പോസ്റ്റർ. ഷിബു തെക്കുംപുറത്തിനെതിരെയാണ് പോസ്റ്റർ പതിച്ചത്. സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്നും വട്ടിപ്പലിശക്കാരനെ കോതമംഗലത്തിന് വേണ്ടെന്നും പോസ്റ്ററിൽ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ. ഷിജോ വർഗീസ് വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് ഷിബു തെക്കുംപുറത്തിനെതിരെ പോസ്റ്ററിൽ ഉന്നയിക്കുന്ന വിമർശനം? ദിവ്യ, കേരള കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, ഒപ്പം തന്നെ UDFന്റെ ജില്ലാ കൺവീനർ കൂടിയാണ് ഈ ഷിബു തെക്കുംപുറം. ഷിബു തെക്കുംപുറം ഈ തവണയും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു ചർച്ചകളെല്ലാം സജീവമായി തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നഗരത്തിലുടനീളം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്, വട്ടിപ്പലിശക്കാരൻ കോതമംഗലത്തിന് വേണ്ട, കൈപ്പത്തി തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു വാക്യങ്ങളൊക്കെ തന്നെയാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായിട്ടും ഉള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു പൊതുവികാരം, അത്തരത്തിലൊരു ചർച്ച കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഉയർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യമുള്ളതും ഒപ്പം തന്നെ UDFന്റെ ഉറച്ച കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു കോതമംഗലം. പക്ഷേ 2006 ആണ് ഇതിന്റെ രാഷ്ട്രീയ ചരിത്രം മാറിമറിയുന്നത്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം LDFനൊപ്പമായിരുന്നു. ടി കുരുവിളയെ രംഗത്തിറക്കി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ UDFന്റെ പക്കൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു. പിന്നീട് 2011 UDFലേക്ക് തിരിച്ചു വരികയായിരുന്നു ജോസഫ് വിഭാഗം. അങ്ങനെ UDFന്റെ ഭാഗമായി വീണ്ടും ടി കുരുവിള മത്സരിക്കുന്നു. അങ്ങനെ വീണ്ടും UDF അത് മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. പക്ഷേ 2016 കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു. നിലവിലെ സിറ്റിംഗ് MLA ആന്റണി ജോൺ ഈ ടി കുരുവിളയ്ക്കെതിരെ മത്സരിക്കുന്നു. ടി കുരുവിളയെ പരാജയപ്പെടുത്തി ആന്റണി ജോൺ MLA ആവുകയും ചെയ്യുന്നു. അങ്ങനെ LDF വീണ്ടും ഈ മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി ജോണിനെതിരെ ഷിബു തെക്കുംപുറമാണ് മത്സരിച്ചത്. പക്ഷേ ഷിബു തെക്കുംപുറം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും ഒരു പ്രധാനമായി ഇങ്ങനെ പരാജയപ്പെടുന്ന സാധ്യത അത് മുൻനിർത്തിക്കൊണ്ടുകൊണ്ടാണ് ഷിബു തെക്കുംപുറത്തിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷ